എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലൊന്ന് ചെയ്ത് നോക്കാൻ മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ പലഹാരം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസ് സവാള വളരെ കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ ഒരു 2 എണ്ണം വരെയൊക്കെ എടുത്താലും മതിയാവും. പിന്നെ ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ വളരെ കനം കുറച്ചരിഞ്ഞത് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 2 നല്ല എരിവുള്ള പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഞാൻ എന്തായാലും ഇതിലേക്ക് ഇഞ്ചി ചേർക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതേപോലെ കുറച്ചധികം തന്നെ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതേപോലെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെരിഞ്ജീരകം ഒന്ന് ചതച്ചിട്ടായാലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മുഴുവനോടെയുള്ള പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഉപ്പും എല്ലാ ഭാഗത്തേക്ക് പിടിക്കുന്ന രീതിയിൽ നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ സവാളയിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരണം. അപ്പോൾ അതവിടെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിരിക്കാം. അപ്പോഴത്തേക്ക് ഈ സവാളയിലേക്ക് ഈ ഉപ്പും എല്ലാവരും പിടിച്ചിട്ട് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതാ ഇവിടെ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സവാളയിൽ നിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ഞാൻ ചേർക്കുന്നത്. ഇത് നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ പത്തിരിപ്പൊടി ഉണ്ടല്ലോ, നൈസായിട്ടുള്ള വറുത്തരിപ്പൊടി, അത് ചേർത്ത് കൊടുത്താലും മതി. നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ വളരെ കുറച്ച് സവാളയല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നത് കേട്ടോ. നമ്മൾ പൊടികൾ ചേർക്കുമ്പോൾ ഒരിക്കലും പൊടികൾ മുന്നിട്ട് നിൽക്കരുത്. സവാള വേണം മുന്നിട്ട് നിൽക്കാനായിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ പൊടികൾ മുന്നിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന ഉള്ളി വടയുടെ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും പൊടികൾ വളരെ കുറച്ച് ചേർക്കുക, സവാള കുറച്ച് മുന്നിട്ട് നിൽക്കണം. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. മുളക് പൊടിയുടെ അളവ് നിങ്ങൾക്ക് എത്ര എരിവ് വേണം, അതേപോലെ കളർ വേണം, അതിനനുസരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് യോജിപ്പിച്ചെടുക്കുമ്പോൾ തന്നെ ഈ സവാളയിൽ നിന്നുള്ള വെള്ളം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ബൈൻഡായിട്ട് വരും. എക്സ്ട്രാ നമുക്ക് ഇതിനകത്തേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളത് കുഴച്ചെടുക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ച് നോക്കാം, നമുക്ക് കറക്റ്റ് ആ പാകത്തിന് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇതിപ്പോൾ നല്ല ബൈൻഡായിട്ട് വന്നിട്ടുണ്ട്. എല്ലാ സവാളയുടെ കഷ്ണങ്ങളിലേക്കും മാവ് പിടിച്ച് വന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി സ്റ്റൗ ഓണാക്കി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. എന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ കൂട്ടിൽ നിന്ന്, സവാളയുടെ ആ കൂട്ടിൽ നിന്ന് കുറച്ചെടുക്കുക. എന്നിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കുക. ഭയങ്കര കട്ടിയിൽ എടുക്കണ്ട കേട്ടോ. കനം കുറച്ചെടുക്കുന്നതായിരിക്കും എപ്പോഴും ഉള്ളിവടയ്ക്ക് ടേസ്റ്റ്. അപ്പോൾ ഈ ഒരു ഇതിനകത്ത് ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടായാലും കുക്ക് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ സവാളയൊക്കെ അങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പോൾ ഉൾഭാഗത്ത് വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ഭാഗം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 സൈഡും ഏകദേശം നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. സവാളയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയും കുറച്ച് സമയം ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ സവാളയൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ ആ ഒരളവിന് എനിക്ക് ഇത്രയും ഉള്ളിവടയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. പൊടിയുടെ അളവ് കുറച്ചും സവാളയുടെ അളവ് കൂട്ടിയിട്ടും ചെയ്തെടുക്കുക. അപ്പോൾ കറക്റ്റ് നമ്മൾ ആ ചായക്കടയിൽ നിന്ന് മേടിക്കുന്ന ഉള്ളിവടയുടെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ട്രൈ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്